ഇവിടാണോ സ്റ്റേ? ഞാനില്ല, എന്റെ ഫ്രണ്ട്. അവന്റെ കാർ എടുത്ത് പോവാം. ബൈക്കായിരുന്നു എനിക്കിഷ്ടം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്ക്. വാ. നിന്റെ കാർ ഒന്ന് തരുമോ? വൈ നോട്ട്? ഒരാഴ്ചത്തേക്ക്, 2 ആഴ്ച. ഇതാ എന്റെ ജ്യൂസർ. ഓ, കയറി വാ. ഇല്ല, ഞങ്ങൾ പോവാ. നീ ഇങ്ങ് വന്നേ, ഒരു മിനിറ്റ്. എന്താ, നീ എവിടെ പോവാ? ചുമ്മാ ഒരു ട്രിപ്പ്. ഇപ്പോഴോ? ആർ യു സീരിയസ്? നീ എന്ത് ഭാവിച്ച? എനിക്കറിയില്ല. അറിയില്ലാന്നോ? നീ എന്തിനിങ്ങോട്ട് വന്നേ? എന്റെ മനസ്സിതാ ശരിയെന്ന് പറയുന്നു. അപ്പൊ കേസി, എനിക്ക് മനസ്സിലാവുന്നില്ല. സംതിങ് സ്റ്റോപ്സ് മീ വെൻ ഇറ്റ്സ് അബൌട്ട് കേസി. നീ അവനാണെന്ന് കൺഫേം ചെയ്തോ? ഇല്ല. പിന്നെ നീ എന്ത് ധൈര്യത്തിൽ അവനെ വിട്ടു പോകുന്നേ? ബ്ലഡ് മൂഡ് ആവാനായി. അതെനിക്ക് അറിയാം ആഡം. പിന്നെ എന്തിനാ എനിക്കിപ്പോ ഇങ്ങനെ ചെയ്യാനാ തോന്നുന്നേ? അതെന്താന്നാ ചോദിക്കുന്നേ? അവൻ അടി കിട്ടിയപ്പോ ഐ ഫെൽറ്റ് എ പെയിൻ ഇൻ മൈ ചെസ്റ്റ്. അതുകൊണ്ട് നീ നിന്റെ ഇമ്മച്ചർ ബോസിനെ ഹാപ്പി ആക്കാൻ കൊണ്ടുപോവാണോ? ശരി, ജസ്റ്റ് 2 days, ഐ വിൽ ബി ബാക്ക്. എന്തേലും കാണിക്കേ, അതാ കീ. നീ ഫിഫിയെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. 2 ഇഞ്ച് ഹൈറ്റ് ഉള്ളെങ്കിൽ അവന്റെ നാക്ക് സഹിക്കാൻ പറ്റില്ല. ഏയ്, അവൻ അത്ര പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കുക. 2 ദിവസം, അത് കഴിഞ്ഞിങ്ങ് വന്നേക്കണം. വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. വാ. കാറാണെന്ന് നേരത്തെ അറിയായിരുന്നെങ്കിൽ ആ 2 ട്രോളി എടുക്കായിരുന്നു. നീ ഡ്രൈവ് ചെയ്യോ? ഓ, നമുക്ക് മാറി മാറി ഓടിക്കാം. അല്ല, എങ്ങോട്ടാ? വണ്ടി എടുക്ക, എനിക്കൊരു സ്പോട്ട് അറിയാം. What? മെല്ലെ. ചേച്ചി കളിക്കല്ലേ. ഞാൻ താഴെ വന്ന ടൈമിൽ അവര് പോയേ. അലം വന്ന കാര്യം നീ നേരത്തെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നീ പ്രശ്നമാക്കുമെന്ന് കരുതി. എന്നിട്ടിപ്പോ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? അവന്മാരെ എവിടെന്ന് ട്രേസ് ചെയ്യാം. ബെഞ്ചമിൻ സാറിനോട് എന്ത് പറയും? നഥാനിയേൽ ദേഷ്യം പിടിച്ച റൂമിൽ നിന്ന് ഇറങ്ങിയില്ല പറഞ്ഞാ മതി. സാറിന് ഒരു കാരണവശാലും റൂമിലേക്ക് കയറാൻ സമ്മതിക്കരുത്. എന്റെ ദൈവം, എന്റെ കൈയും കാലും മറിക്കുന്നു. ഞാൻ അവന്റെ ഫോൺ ട്രേസ് ചെയ്യട്ടെ. എന്നാലും ഒരു ആവേശത്തിന് രക്ഷപ്പെട്ടോളം പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടും വിചാരിച്ചില്ല. എന്നാലും എന്താ വന്നേ? തന്റെ ലവറിനതൊക്കെ ഇഷ്ടാവോ? ഇനി മിണ്ടെ ഞാൻ തിരിച്ചു കൊണ്ടാക്കും. അത് ശരി, എന്നാ പിന്നെ എനിക്ക് അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്നു അല്ലേ? ഇതാ അവന്റെ ലൊക്കേഷൻ. നീ പോയി നോക്ക്. എന്നെ കാണാത്ത സാറിന് ഡൗട്ടാവും. അപ്പൊ ഞങ്ങളെ ചോദിച്ചാ റൂമിലുണ്ടെന്ന് പറഞ്ഞോളാം. ഗേറ്റില് ഞാൻ എന്ത് പറയും? അത് ഞാൻ മാനേജ് ചെയ്തോളാം. വേഗം പോ. ഓക്കെ. സത്യമായിട്ടും ഇങ്ങനൊരു ഡേ എന്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഞാനും. നമുക്ക് നിന്റെ ലവറെ കണ്ടുപിടിക്കാൻ പോയാലോ? നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. വൈ? ഐ എം സ്മാർട്ടർ ദാൻ യു തിങ്ക്. ഞാൻ പെട്ടെന്നൊരു പൂമ്പാറ്റയായി മാറിയ നീ എന്ത് ചെയ്യും? പൂമ്പാറ്റയോ? നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെ. ഇവിടെ അവരെന്തിനു വന്നു? ഇതല്ലല്ലോ അലന്റെ ഫ്ലാറ്റ്. ആരാ? ഓ, ഞാൻ. ഇയാളിവിടെ വന്നോ? നോ. ഐഷ്, അലൻ പറഞ്ഞൊരാൾ വന്നോ? ഇവിടെ ആരും വന്നില്ല. ഛേ. What the hell are you doing?
യു ആർ ആൻ ഒമേഗ. പുറത്താരൊക്കെയുണ്ട്. യു മൈറ്റ് ഗെറ്റ് അറ്റാക്ട്. നിനക്കെങ്ങനെ അറിയാം? ഹു ആർ യു? അവര് പോയി. യു മൈ ലീവ് നൗ. നീയാണോ ആർത്തർ? ഹു ഇസ് ആർത്തർ? പിന്നെ നീ ആരാ? നിന്റെ പേര് പറ. ആദ്യം ഞാൻ ചോദിച്ചതിന് പറ. നീ ആരാ? നിനക്കെങ്ങനെ എന്നെ കുറിച്ച് അറിയാം? നിന്റെ പേര് പറ. കേസി, അപ്പ ആർത്തർ അന്വേഷിക്കുന്നത്? നിന്നെ അന്വേഷിച്ച ആള് വരുമോ? കേസ് മാനേജ് ചെയ്തോളും. പറ, ആരാ നീ? ആഡം. കേസി, സോറി. എനിക്ക് നമ്മളെ കുറിച്ചല്ല അറിയേണ്ടത്. അലൻ എവിടെ? നിനക്കറിയാം. എനിക്ക് അലൻ എന്നൊരാളെ അറിയില്ല. ഐ ഓൺലി നോ ആർത്തർ, അവർ കിങ്. ഇനി നീ പറ, ജൂഡല്ലേ ആർത്തറിന്റെ ഫേവറേറ്റ് മേറ്റ്? Damn! Finally, it's the end of us. ആർത്തർ ഞങ്ങളെ കൊല്ലും കേസി. പക്ഷെ അവ രക്ഷപ്പെടുമല്ലോ, അത് മതി. ജൂഡ് എത്തി. ഇതേതാ സ്ഥലം? ബേരിയ. ഇവിടെ സേഫ് ആണോ? യെസ്. ഈ കാട്ടിലേക്കാണ് എന്നെ ട്രിപ്പ് കൊണ്ടുവന്നത്. ഇതിലും അത് എന്റെ ബെഡ്റൂം ആയിരുന്നു. എന്നാ വാ, തിരിച്ചുണ്ടാക്കാം. ഈ അലവലാതിയുടെ ഒരു കാര്യം എന്ത് പറഞ്ഞാലും സീരിയസ് ആയി എടുക്കും. അലരേട്ടെന്ന് ഉദ്ദേശിച്ചത് ഏത് നേരത്താണോ? നല്ല തണുപ്പുള്ള ഒരു രാത്രി. ഷേ, അപ്പഴാ ഞാൻ ജനിച്ചേന്ന്. ഓ അങ്ങനെ. യു ഡേർട്ടി ബോയ്. പോടാ, വാ. ആഹാ, ഇപ്പൊ സാറൊക്കെ പോയോ? വരുന്നുണ്ടെങ്കി വാ. ഈ കാട്ടിൽ ടെന്റ് അടിക്കാനാണോ? ഈ കാട്ടിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഞാൻ മാപ്പ് പോലും കണ്ടിട്ടില്ല. ഈ ബേരിയാവൻ പണ്ട് ചെന്നായ്ക്കളുടെ കോട്ടയായിരുന്നു. ചുമ്മാ തള്ളല്ലേ. സത്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ചെന്നായ്ക്കൾ ഇവിടെയായിരുന്നു. ഇപ്പൊ എന്തായി? കൊറേ ചത്തുപോയി. ഇപ്പൊ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഉണ്ടോ? പേടിക്കണ്ട, അറ്റാക്ക് ചെയ്യാനൊന്നും വരില്ല. അതാ ആ ബിൽഡിംഗ് സ്റ്റേ ചെയ്യാം. അപ്പൊ ഒന്നും രണ്ടൊക്കെ കുറ്റിക്കാട്ടിൽ കയറേണ്ട വരുമല്ലേ? നീ അതിന്റെ അകം കണ്ടു നോക്ക്. ഇവിടെ ആരാ താമസിക്കുന്നേ? ആരുമില്ല. അപ്പൊ ഇതൊക്കെ ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? ആരേലും ഉണ്ടാവും. നിനക്കെങ്ങനെ ഈ സ്ഥലം അറിയാം? ഐ ലൈക്ക് ടു ട്രാവൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഹിഡൻ സ്പോട്ടിലോട്ട്. ഓ അല്ല, 2 weeks എവിടെ നിൽക്കാനാണോ? 2 weeks അല്ല, 2 days. അയ്യോ, അതെന്താ? എനിക്ക് തിരിച്ചു പോകേണ്ട കാര്യമുണ്ട്. അപ്പൊ ജസ്റ്റ് 2 daysനാണോ ഞാൻ ഈ കെട്ടിയൊരുങ്ങി വന്നേ? എനിക്ക് തിരിച്ചു പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അത്യാവശ്യം കഴിഞ്ഞാൽ കൊണ്ടുപോകൂ. പറ്റില്ല അല്ലേ? അറിയില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. വാട്ടവർ. 2 days ഇതിന്റെ ഉള്ളിൽ തന്നെ കഴിയാനാണോ? അല്ല, ഈ ബേരിയയുടെ ഉള്ളില് കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം. ഓക്കേ. എങ്ങനെയുണ്ട് ഈ പുതിയ ലൈഫ്? പീസ്ഫുൾ? ഫാമിലി? സ്റ്റിൽ സിംഗിൾ? നീ പുതിയ മേറ്റിനെ കണ്ടുപിടിച്ചോ? എനിക്ക് ഫേറ്റഡ് മേറ്റ്സിലെ വിശ്വാസമുള്ളൂ. ആ വിശ്വാസവും പോയി. ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലേ? ഞാൻ മനഃപൂർവ്വമല്ലല്ലോ.
ഞാൻ അവരുടെ കീഴിലല്ലേ. അപ്പൊ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നീ ഹാപ്പി ആകുമായിരുന്നോ? ആഡം, യു മൈ ലീവ് നൗ. ഐ എം സോറി. എനിക്കും ഹ്യൂമനായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അന്നെന്റെ മുതൽ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. അവനവന്റെ ആഗ്രഹിക്കാലോ. അതൊക്കെ പോട്ടെ. ഹലോ, എന്തായി? അവരിവിടെ ഇല്ല. മേ ബി ഫോൺ ഇവിടുന്ന് സ്വിച്ച് ഓഫ് ആക്കി എങ്ങോട്ടേലും പോയി കാണും. ശരി, നീ തിരിച്ചു പോരെ. ഓക്കെ, ഞാൻ ഇറങ്ങാം. ഏയ്, എന്താ ഇഷ്ടായില്ലേ? ആയി, ഒരു വൈബുണ്ട്. ഇവിടെ ലാൻഡ് ലൈൻ ഉണ്ടോ? ഉണ്ടല്ലോ, അതാ ആ കോർണറില്. ഞാൻ കേസിനെ വിളിച്ച് അവിടെ എന്താ സ്ഥിതി എന്ന് ചോദിക്കാം. ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇറ്റ്സ് നഥാനിയൽ ഹിയർ. എവിടെയാ നിങ്ങള്? ബേരിയ, ബെസ്റ്റ് ഓപ്ഷൻ. അവിടെ എന്താ സ്ഥിതി? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സോ മച്ച് കെനത്ത്. ഞാൻ നാളെ വിളിക്കാം. ഹൗ ഇസ് ആർത്തർ? ഗുഡ്. അവനിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ശരിയായ സമയത്ത് അവൻ അറിയും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ്. ഇവിടെ സെർവൻസ് ഉണ്ടോ? ഉണ്ടാവും. ഇനി ഇത് നിന്റെ റിസോർട്ടും എല്ലാം ആണോ? ബെഡ്റൂം 5-6 ഏതോടെയും എടുത്തോ. ഒറ്റയ്ക്കോ? ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറില്ല. എനിക്ക് പേടിയാ. അതുകൊണ്ട് കേസി എന്റെ കൂടെ കിടക്കാറ്. ഇനി കേസിയാണ് ഞാൻ അന്വേഷിക്കുന്നെങ്കിൽ ഇവ ഞങ്ങളുടെ ഇടയിൽ കയറി കിടക്കൂ. ഹലോ, അപ്പൊ ഞാൻ നിനക്ക് കാവൽ നിൽക്കണമെന്നാണോ നീ പറയുന്നത്? അയ്യേ, ഞാൻ അത്രക്കാരൻ നെഹി ഹേ. എന്റെ കൂടെ കിടന്നാ മതി. അത് ശരി. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞോ വരാൻ? അല്ല, ഞാൻ ബോറിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ വന്നേ? ചില പണികള് ചോദിച്ച് മേടിക്കൽ എന്റെ ഒരു ശീല. ഓ, അങ്ങനെ. നീ ഫുഡ് കഴിച്ചിട്ടാണോ വന്നേ? അല്ല, എന്നാ വല്ലതും പോയി ഉണ്ടാക്കി കഴിച്ചോ? അതും കേസിയാണോ ചെയ്യുന്നേ? അല്ല, ഷെഫുണ്ട്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നീ ഉണ്ടാക്ക്. ഹലോ, ഇത് ഓഫീസല്ല. ഹലോ, ഇത് ഞാൻ പറഞ്ഞിട്ടും അല്ല. ഇക്കണക്കിന് കേസിയുടെ കല്യാണം കഴിഞ്ഞാ നീ കുടുങ്ങുമല്ലോ. അതിനു മുമ്പ് എന്റെ വിട്ട് കഴിയും. എന്നിട്ടാണോ എന്റെ അടുത്ത് ഫ്ലേറ്റ് ചെയ്യുന്നത്? എന്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഫ്ലേറ്റ് ചെയ്യും. Then you are a red flag. What about you? എനിക്കെന്താ? നീ നിന്റെ പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതിന് പകരം എന്നെ കൊണ്ട് ട്രിപ്പ് വന്നിരിക്കുവല്ലേ. ഇതറിഞ്ഞ അയാൾ എന്താവും കരുതാ? നിനക്ക് അത്രേ ഉള്ളൂ അവനെന്ന് കരുതുമായിരിക്കും അല്ലേ? അത് കരിഞ്ഞു പോവും. മതി, സ്റ്റൗ ഓഫ് ആക്ക്. ചൂട് പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ഇപ്പൊ അവനെ അന്വേഷിക്കല്ലേ വേണ്ടേ? അത് കേസിയാണെങ്കി അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഏയ്, വാ, കിടക്കാൻ പോവാ. ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ? എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഓർത്തിട്ടാണോ? അത് ഓർത്ത് താൻ ടെൻഷൻ അടിക്കേ വേണ്ട. ഐ തിങ്ക് ഞാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഐ ഡോണ്ട് നോ. വാ, കിടക്ക്. നാളെ എനിക്ക് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങണം. ഗുഡ് നൈറ്റ്. നിന്നെ ബെഞ്ചമിൻ സാർ എന്ന് വേറെന്തോ ഒരു പേര് വിളിച്ചില്ലേ? നതാലിയ,
വൈ 2 names? അത് പള്ളിയിലിട്ട പേരാ. ഓ, നിന്റെ പള്ളിയിലിട്ട പേരെന്താ? ആർത്തർ. അവന്റെ കൂടെയുള്ളവനെയോ നമുക്ക് വേണ്ടേ? ഇവനേതോ നുരന്ത് ചെക്കൻ. അവനെ കയ്യിൽ കിട്ടിയിട്ട് വേണം എനിക്ക് അവനെ കടിച്ചു പറിച്ചു തിന്നാൻ. അതത്ര എളുപ്പമല്ല. അവൻ രാജാവായി തുടരുന്നത് നിസ്സാരമായി കാണണ്ട. അവന്റെ മണം എന്നെ മൊത്തം പിടിപ്പിക്കുന്നു. അവന്റെ കഥ കഴിച്ച് എനിക്ക് വില്ലാള വീരനാവണം. വാ, ഇനി ബീരയിൽ അവൻ കാലുകുത്തരുത്. Searching for greatness in a sea of the dying and shameless. A sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it. And I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. I just want a life that is worth every day exploring. My whole life I just wanted someone who would notice me. My whole life I just wanted to be somebody to be. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, 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 I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, 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 yeah. നഥാനിയൽ എണീറ്റില്ലേ? ഇല്ല, ഇന്നലെ ലേറ്റായ കിടന്നേ. അവനിൽ ചേഞ്ചസ് ഒന്നുമില്ലല്ലോ. നോ. ഗുഡ്. കെനത്ത്, വാച്ച് ഹിം. യെസ് സർ. നിനക്ക് എന്ത് പറ്റി? അവൻ തിരിച്ചു വരാത്ത ടെൻഷനാണോ? അതെന്റെ കൂടെയല്ലേ. സാറാണ് തല്ലിയത് കണ്ട സിമ്പതിയിൽ കൂട്ടിപ്പോയതാവും. ഡോൺ വറി. ഗുഡ് മോർണിംഗ്. നിന്റെ മുഖത്തെന്താ മുറിവ്? അത് ഞാൻ മോർണിംഗ് വാക്കിന് പോയതാ. നീ എന്തിനാ ഒറ്റയ്ക്ക് പോയേ? നീ എണീക്കാത്തോണ്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഒന്നും ചെയ്യില്ല പറഞ്ഞിട്ട് ഇതെന്റെ ഫസ്റ്റ് ട്രൈയോ? ആഹാ, ഞാൻ ഇപ്പൊ വരാം. വാട്ട് ദ ഹെൽ? നല്ല കാര്യല്ലേ? അതെ, പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിഫിയെ ജൂഡും വിലക്കി. അവന്റെ റിയൽ നെയിം അതാവാൻ ചാൻസ് ഇല്ല. കേസിയോട് ചോദിച്ചില്ലേ? അവൻ ഇന്നലെ വല്ലാത്തൊരു മൂഡിലായിരുന്നു. ഞാനും. ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ നിങ്ങളുടെ? എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ പേടിച്ചിരിക്കുകയാണ്. അവരിത്രയും നാളും ഒളിപ്പിച്ചു വെച്ചത് ആർത്തർ കണ്ടെത്തിയില്ലേ? ഇനി ആർത്തറിന്റെ പ്രതികാരം. അവൻ മരണഭയത്തിലാണ്. നിനക്ക് അവനെ രക്ഷിക്കാലോ. നീ ഒന്ന് മനസ്സ് വെച്ചാ ഞാനതിനെപ്പോഴും തയ്യാറാണ്. അവനോട് ഞാൻ സംസാരിക്കാം. അവിടെ എന്താണാവോ സ്ഥിതി? ഈ കാട് ഫുള്ള് ഫോറസ്റ്റ് ആണല്ലോ. ഇനി ചളിയടിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടാക്കും. ഓംബ്ര, മുന്നോട്ട് നടന്നാലും.
വാ. ആ എന്താ? ഓ മൈ ഗോഡ്, ഇത് കൊറേ ഉണ്ടല്ലോ. വല്ല കടുവയും കൊന്നതാണോ? അല്ല, പാട് കണ്ടില്ലേ? അറ്റാക്ക് ചെയ്തത് വേറൊരു ചെന്നായ. അയ്യോ, എന്നാ വാ, ഈ കാട്ടിന്ന് പോവാ, എനിക്ക് പേടിയാ. These are Omegas. എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതാ. But who killed them? ബേരിയിൽ ആൽഫാസ് ഇല്ലല്ലോ. വേഗം വാ. നിന്റെ മുഖത്തെന്താ മുറിവ്? നമുക്ക് കാറെടുത്ത് എങ്ങോട്ടേലും പോവാം. നിനക്കുള്ള പണി ഞാൻ തരാം. എന്താ, കാർ എടുത്തിട്ട് പോവാല്ലേ? എന്നാ വാ. അയ്യോ, ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല. അവന് സ്മെല്ല് കിട്ടില്ലേ? ഹലോ, വരുന്നില്ലേ? ആ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടേലും. കേസ് ഇന്നലെ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? അവിടെ സീനൊന്നുമില്ല, ഞാൻ പോയ കാര്യം തന്തപ്പൊടി അറിഞ്ഞിട്ടില്ല. ഓ, നമുക്ക് നാളെ തിരിച്ചു പോവാല്ലേ? അത് ഭയങ്കര നേരത്തെ പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ പാരന്റ്സ് കണ്ടുപിടിച്ച പാർട്ട്ണറെ കാണാൻ പോണ എനിക്ക്. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാലും ആളവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നീ ഇന്നലെ പറഞ്ഞത് ശരിക്കും ആലോചിച്ചു. എന്ത്? നീ പറഞ്ഞ പോലെ ഞാൻ അവനെ കാണാൻ പോവാതെ നിന്റെ കൂടെ കറങ്ങി നടക്കുന്നത് അവന് ഹേർട്ടായാലോ? അതുകൊണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടാക്കി അവന്റെ അടുത്ത് പോണം. പുല്ല് പറയണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ടെൻഷനില്ല. എന്നോട് ചോദിച്ചാ ഞാൻ പറയും ബിസിനസ് ട്രിപ്പ് ആയിരുന്നു, പോരാത്തതിന് ഞാൻ നിന്നെ എന്റെ അനിയനെ പോലെയാ കാണുന്നേന്ന്. അനിയനോ? അല്ല, എന്നെക്കാൾ 2 വയസ്സായ നിന്നെ ഞാൻ എന്റെ അമ്മാവനെ കാണാം. ബ്രദറിന് എങ്ങോട്ടാ പോണ്ടേ? ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടോ നോക്കാം. ഫോൺ ഓൺ ചെയ്യട്ടെ, എന്തേലും കാണിക്കും. എന്നാൽ ഇവനെന്റെ സ്മെല്ല് കിട്ടുന്നില്ലേ? അപ്പൊ മനഃപൂർവ്വം കളിപ്പിക്കുമായിരുന്നല്ലേ? കിട്ടിയില്ലേ? ആ, ഇവിടെ അടുത്തൊരു സ്പോട്ട് ഉണ്ട്. എന്നാ പോ. കേസിക്ക് ലൈനുണ്ടോ? എനിക്കറിയില്ല. എന്താണ് കലിപ്പ്? എനിക്ക് കലിപ്പൊന്നുമില്ല. മൂക്കത്താണല്ലോ കുണ്ടി. അത് ശരി, നിനക്ക് മാത്രമേ ചളി പിടിക്കാൻ പറ്റുള്ളൂ. ബൈ ദ വേ, ബ്രദറിന്റെ സ്റ്റഡീസ് ഒക്കെ എവിടെയായിരുന്നു? എനിക്ക് ബ്രദർ ഇല്ല. ഞാൻ ഈ ബ്രദറിന്റെ കാര്യം ചോദിച്ചേ. നീ റോഡിൽ നോക്കി വണ്ടി ഓടിക്കും. അല്ല ബ്രദറെ, ബ്രദർ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ബേരിയയിൽ എക്സ്പെർട്ട് ഒമേഗാസ് അറ്റാക്ക് ചെയ്യപ്പെട്ടല്ലോ. ആ, ഞാൻ അറിഞ്ഞു. സംതിങ് ഈസ് റോങ്. അത് അവർക്കിടയിൽ ഉണ്ടായ കോർണർ, നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. എന്നാലും ഒന്ന് സൂക്ഷിച്ചേക്ക്. ഓക്കെ. ബ്രദറിന് വിശക്കുന്നുണ്ടോ ബ്രദറെ? ഓവറാക്കല്ലേ. അതെന്ത് പറച്ചില്ല ബ്രദറെ, ഇവനെ കൊണ്ട്. കെനത്ത്, നീ സുഖമായിരിക്കുന്നു? ബെഞ്ചമിന്റെ അടിമ. എന്ത് വേണം? ഞങ്ങളുടെ കൂട്ടത്തെ ഇന്നലെ ആക്രമിച്ചത് ആരാണ്? അതെനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ അറിയാതെ ഇത് സംഭവിക്കില്ല. സർവാധികാരവും ബ്ലഡ് മൂണോടെ നിങ്ങൾക്ക് വന്നു ചേരില്ലേ? പിന്നെ എന്തിനാ ഈ ആക്രാന്തം? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോ. ഇത് പ്രതികാരത്തിനുള്ള സമയമാണ് കെനത്ത്. പകരത്തിന് പകരം.